ഹായ്. ഇന്ന് നമുക്ക് ചക്ക കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാണ്, എന്നാലും എൻ്റെ സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കണത് കാണിക്കാം. അപ്പോൾ ചക്കയൊക്കെ കഴിയാറായില്ലേ? അപ്പോൾ നമ്മൾ ചക്ക നന്നാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിടാം. ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതേപോലെ വേവിച്ചെടുക്കുക. 2 വിസിലടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അതിന് വേണ്ട ശർക്കരപ്പാനി, ഞാൻ കുറച്ച് ചക്കയുള്ളൂ, അപ്പോൾ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളൂ. അത് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് വല്ല കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതിൻ്റെ പാനിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ ഇലയാണ്. വഴനയില എന്ന് പറയും, നമ്മളിവിടെ പട്ടയുടെ ഇല എന്നൊക്കെ പറയാം, കറുവപ്പട്ടയുടെ ഇല. ഇവിടേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ ഇലയാണ്. അതിൽ നല്ലതും ചീത്തതും കുറച്ചൊക്കെ ഉണ്ട്. നല്ല ഇല നല്ല ഇല മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഇലയും കൂടി നമ്മൾ സംഘടിപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചക്കയുടെ കൂട്ടിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അത് പുട്ടുപൊടി ആവാം, റവ ആവാം, എന്താവാം, അരിപ്പൊടി വെച്ചിട്ടും ആക്കാം. ഞാൻ സാധാരണ ഗോതമ്പ് പൊടിയായിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി, പിന്നെ 2 കപ്പ് തേങ്ങ, അതും കൂടി അതിലേക്ക് ഇടുക. തേങ്ങ ഇടുന്നത് നല്ല ടേസ്റ്റാണ്, കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കരുത്, നമ്മൾ ശർക്കരപ്പാനി മാത്രമാണ് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ ഏലക്കായ പൊടിച്ചത് അതും കൂടി അതിലിടാം. നല്ല ടേസ്റ്റാണ്, അതിൻ്റെ മണം ഒരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഇലയിൽ വന്നാൽ തന്നെ ഒരു പ്രത്യേക മണമാണ്, എന്നാൽ നമ്മൾ ഏലക്കായും കൂടി പൊടിച്ചിടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാതും കൂടി മിക്സ് ചെയ്യുക. ചൂടുള്ള കാരണമാണ് ഞാൻ സ്പൂണായിട്ട് ആക്കുന്നത്. ഒന്ന് എല്ലായിടത്തേക്ക് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കൈയായിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കണ്ട, അതിലുള്ള വെള്ളം കൊണ്ട് തന്നെ പാകത്തിന് ആക്കിയിട്ട് നന്നായി ഇതേപോലെ കുഴച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂട്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ഇലയിലേക്ക് ഇങ്ങനെ ഇല നമ്മളിങ്ങനെ കോണായിട്ട് മടക്കുക. ഇലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി തുടച്ച് കഴുകിയെടുത്ത ഇലയാണ് കേട്ടോ അത്. ഇതേപോലെ കോണാക്കിയിട്ട് മടക്കിയിട്ട് അതിലേക്ക് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ തണ്ട് ഭാഗം വരുന്ന ഭാഗം കുറച്ച് പൊക്കി വെച്ചിട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ചിലവർ ഇറുക്കിളി വെച്ച് കുത്തുന്നൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ആ മാവിലേക്ക് ഇങ്ങനെ അതിൻ്റെ തണ്ടങ്ങടെ ഇറക്കി വെച്ചാൽ കറക്റ്റായിട്ട് അവിടെ ഇരിക്കും, അതിന് പോരൊന്നുമില്ല. അങ്ങനെ എല്ലാതും നമ്മൾ ഇതേപോലെ ആക്കിയെടുക്കുക. വളരെ സിമ്പിളാണ്. ഇങ്ങനെ വയ്ക്കുക, ആ തണ്ട അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക, വേറൊന്നും ചെയ്യണ്ട, കറക്റ്റായിട്ട് അതിൽ ഇരുന്നോളും. അങ്ങനെ ഇതാ എല്ലാതും അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉണ്ടായിരുന്നു ആ മാവായിട്ട് ഉണ്ടാക്കാൻ. ഇത് നമ്മൾ സ്റ്റീമർ അടുപ്പത്ത് വയ്ക്കുക, വെള്ളം വെച്ചിട്ട് സ്റ്റീമർ അടുപ്പത്ത് വെച്ച് ഇഡ്ഡലി ചെമ്പായാലും കുഴപ്പമില്ല. എന്നിട്ട് അതിലേക്ക് എല്ലാതും ഇങ്ങനെ നിരത്തി വയ്ക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് നന്നായി ഒന്ന് ആവി കയറ്റാൻ സമയം കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ വഴനയിലപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇലയുടെ മണമൊക്കെ അപ്പത്തിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.